ഓം ശാന്തി. എപ്പോഴും നമ്മൾ സമൂഹത്തിൽ കാണുന്നൊരു കാഴ്ചയാണ്, സ്പെഷ്യലായിട്ട് എല്ലാവരുടെ മുന്നിലും ഉദിച്ചു നിൽക്കുന്ന നക്ഷത്രങ്ങളാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൻ്റെ ആദ്യ ഭാഗം കുറച്ച് കടുത്തതായി തന്നെയാണ് യാത്ര തുടങ്ങാറ്. നമ്മൾ മലയാളത്തിലൊരു ചൊല്ല് പറയുമല്ലോ, തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന് പറയും. അത് ഈ പ്രപഞ്ചത്തിൻ്റെ നിയമം തന്നെ അതാണ്. സംഘർഷങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ശക്തി കൂട്ടാനുള്ളതായിട്ടുള്ള ഘടകമായിട്ട് മാറുകയുള്ളൂ. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ മഹാത്മാക്കളുടെ ജീവിതകഥ പഠിച്ചു നോക്കുമ്പോൾ ഒരുപാട് പേരുടെ ജീവിതം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, അവരുടെ ജീവിതത്തിൽ പലപ്പോഴും ആ കുട്ടിക്കാലത്ത് തന്നെ രോഗങ്ങളായിട്ടോ അല്ലെങ്കിൽ ശോകമായിട്ടോ അല്ലെങ്കിൽ ആരും ഇല്ലാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ ആരും മൈൻഡ് ചെയ്യാത്ത അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ സംഘർഷം നിറഞ്ഞതായിരിക്കുന്ന ഒരു ബാല്യമാണ് നിങ്ങളുടെ ലൈഫിലെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, ഈ പ്രകൃതി, ഈ ബ്രഹ്മാണ്ടം, ഈ പ്രപഞ്ചം അഥവാ ഈശ്വരൻ എന്തോ ഒരു സ്പെഷ്യലായിട്ടുള്ള കാര്യത്തിന് വേണ്ടി നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. പലപ്പോഴും പലരും പറയാറുണ്ട്, എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഞാൻ ഇങ്ങനത്തെ സുഖമൊന്നും കണ്ടിട്ടേ ഇല്ല, എൻ്റെ കുട്ടിക്കാലത്തൊന്നും ആരും എന്നെ അങ്ങനെ സഹായിക്കാനുണ്ടായില്ല, ആരും എന്നെ മൈൻഡ് ചെയ്തില്ല. ഇതൊന്നും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കുറവായിട്ട് കണക്കാക്കരുത്. അത്തരം കാര്യങ്ങളിലൂടെ നിങ്ങളെ ഒറ്റയ്ക്ക് വളരാൻ വിധം ശക്തമാക്കാൻ വേണ്ടിക്കൊണ്ടുള്ള പ്രപഞ്ചത്തിൻ്റെ ഈശ്വരൻ്റെ ഒരു പദ്ധതി മാത്രമാണ് ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. നിങ്ങൾ വേണമെങ്കിൽ മഹാത്മാക്കളുടെ ചരിത്രം വായിച്ചു നോക്കിയോളൂ. ബ്രഹ്മകുമാരി ഈശ്വരി വിശ്വവിദ്യാലയത്തിൻ്റെ ഫൗണ്ടർ ഫാദർ, അദ്ദേഹത്തിൻ്റെയും ബാല്യകാലത്തിൽ സംഘർഷങ്ങളിലൂടെ കടന്നു പോയതായിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. പക്ഷേ അപ്പോഴും ആ കുഞ്ഞിൻ്റെ നന്മയിൽ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചകളും ഉണ്ടായിരുന്നില്ല. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും പല രീതികളിലുള്ള സംഘർഷങ്ങൾ അനുഭവിച്ചു. അപ്പോൾ ഒരിക്കലെങ്കിലും തൻ്റെ മൂല്യങ്ങളിൽ കോംപ്രമൈസ് എന്നൊരു കാര്യം മാത്രം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. ഇന്ന് ലോകത്തെ മുഴുവൻ ഉദ്ധരിക്കാൻ വിധം, ലോകത്തെ ഒരു പുതിയ ലോക നിർമ്മാണത്തിൻ്റെ പാതയിൽ എല്ലാവരെയും ഉയർത്തി ദേവതകളാക്കാൻ വേണ്ടിയുള്ള സൃഷ്ടി രചയിതാവായ ബ്രഹ്മാവായി സെലക്ട് ചെയ്യാൻ നിമിത്തമായിപ്പോയി. നമ്മുടെ ബ്രഹ്മകുമാരീസിൻ്റെ ഹെഡായിരുന്ന ജാനകി ദാദിയുടെ അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. ബാബ ഒന്നിച്ചുള്ളതായിട്ടുള്ള ജീവിത സമയത്ത് ദാദിക്ക് ശാരീരികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈവൻ ദാദി ബാബയുടെ അടുത്ത് വരുന്നേക്കാൾ മുന്നുള്ള ഒരു കാലഘട്ടത്തിൽ ബന്ധനത്തിൽ കുരുങ്ങിയ സമയത്ത് ടെൻഷൻ കൊണ്ട് TB വരെ ദാദിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭഗവാന്റെ പാതയിൽ വന്ന് സന്തോഷത്തിൽ വന്നു രോഗത്തിന് അതിജീവിക്കുന്നൊരു കാലഘട്ടം. ഒരു ചെറിയ അനുഭവം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. ദാദിക്കും ശ്വാസമുട്ടുണ്ടായിരുന്നു, നന്നായിട്ട് ശ്വാസമുട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ദാദി ശ്വാസം മുട്ടുന്ന സമയത്ത് ദാദിയുടെ ആ ശ്വാസം മുട്ടലിനെ വലിക്കുന്നതിൻ്റെ ശക്തി ഈവൻ പാണ്ഡവഭവൻ എന്ന് പറയുമ്പോൾ ചുരുങ്ങിയത് ഒരു 6-7 മീറ്റർ അപ്പുറത്താണ്, ഒരു 10 മീറ്ററെങ്കിലും അപ്പുറത്താണ് ഗേറ്റ് വരിക. നമ്മുടെ ദാദി താമസിച്ചിരുന്ന മുറിയിൽ നിന്ന് കുറച്ച് ദൂരെ ആ വീടിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് പോലും ദാദി ആ വലിക്കുന്ന ശബ്ദം കേൾക്കും പോലും. അത്രയ്ക്കും ശക്തമായിരിക്കുന്ന രീതിയിൽ ശ്വാസമുട്ടിൻ്റെ വലി ദാദിക്ക് വരുമായിരുന്നു. അപ്പോൾ ദാദിയുടെ കൂടെ ദാദിയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ നേഴ്സായിട്ട് എല്ലാവരെയും സേവനം കൊടുത്തിരുന്ന ആളായിരുന്നു. ബാബ കൊടുത്ത ഡ്യൂട്ടി അതായിരുന്നു. ഹെൽത്ത് മോശമായിട്ടുള്ളവർക്ക് ഹെൽത്ത് നന്നാക്കാൻ വേണ്ടിക്കൊണ്ട് അത് ഈശ്വരൻ്റെ പദ്ധതിയാണ് ആ ഒരു പുണ്യകർമ്മം കൊണ്ട് ആരോഗ്യം തിരിച്ചു പിടിക്കാൻ. ഒരു ദിവസം ദാദിക്ക് തീരെ വയ്യാതെയായി. ആ കാലഘട്ടത്തിൽ ആർക്കെങ്കിലും സുഖമില്ലാണ്ടായാൽ ബാബ അവരെടുത്ത് പോയിട്ട്, അങ്ങനെ ഉണ്ടോ കുട്ടി വയറുവേദന കൊണ്ട് വല്ലാണ്ട് വിഷമിക്കാമെന്ന് വിചാരിക്കുക, ബാബ അടുത്ത് പോയിട്ട് കുട്ടി വയറുവേദന ഉണ്ടോ എന്ന് പറഞ്ഞ് നോക്കിയാൽ ആ ദൃഷ്ടികൾ കൊണ്ട് ആ രോഗം മാറിപ്പോകുമായിരുന്നു. അത്രയും ഭഗവാന്റെ മാജിക് നടക്കുന്ന സമയം ദാദിയുടെ കൂടെ ഉണ്ടായിരുന്ന വിശ്വകിഷോർ ഭാവു എന്ന് നമ്മൾ പറയും, അവർ ഓടിപ്പോയിട്ട് ബാബയോട് പറഞ്ഞു, ജാനകിക്ക് തീരെ വയ്യ ബാബ, വല്ലാണ്ട് വലിക്കുകയാണ് കിടന്നിട്ടെന്ന് പറയും. അപ്പോൾ ബാബ പറയും, ജാനകിയുടെ അടുത്തേ യോഗ ചെയ്യാൻ പറയും, യോഗ കൊണ്ടാണ് രോഗം മാറ്റേണ്ടത്, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. ആ ബായി അത് കേട്ടപ്പോൾ വിഷമിച്ചു പോയി. ഇതെന്താ ജാനകിയുടെ അടുത്ത് ബാബ അങ്ങനെ പറയണമെന്ന് വിചാരിച്ചു. ദാദിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ബാബ ഇങ്ങനെയാണ് പറഞ്ഞത്, ജാനകിയോട് യോഗ ചെയ്യാൻ പറയാൻ പറഞ്ഞു. ദാദി കുറച്ച് സമയം ബാബ എന്ത് പറയുന്നു അത് റെഡി. അത്രയും ആജ്ഞാകാരി കുട്ടിയായിരുന്നു. ദാദി ബാബയെ ഓർമ്മിച്ചുകൊണ്ട് മിണ്ടാതെ യോഗ നിദ്രയിൽ കിടന്നു. യോഗ കഴിയാൻ തുടങ്ങി. കുറച്ച് മൊമെൻ്റ് കഴിഞ്ഞപ്പോൾ ദാദിയുടെ സൂക്ഷ്മ ശരീരത്തിലേക്ക്, സൂക്ഷ്മ ലോകത്തിലേക്ക് ദാദി ആകർഷിക്കപ്പെട്ടു. അവിടെ ദാദിയുടെ അനുഭവം, ദാദി വിചാരിക്കുന്ന എന്താ അറിയോ, ദാദി ഭഗവാനെ ഓർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ സമാധാനം കിട്ടി, ഉറങ്ങിപ്പോയി. സ്വപ്നം ശരിക്കും ബാബയും മമ്മയും അടുത്തു വന്ന് ബാബ കുട്ടീനെ മമ്മ കുട്ടീനെ മടിയിലെടുത്തിരുത്തി. ബാബ ഒരു വെള്ള ഗുളിക കൊണ്ടുവന്ന് വായിലിട്ട് കൊടുത്തു. കഴിച്ചോ മോളെ എന്ന് പറഞ്ഞു. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞു ദാദി ശാന്തമായിട്ട് ഉറങ്ങാൻ തുടങ്ങി. കുറച്ച് സമയം ഉറക്കം കഴിഞ്ഞ് ഉണർന്ന് നോക്കുമ്പോൾ ദാദിക്ക് ശ്വാസം മുട്ടിൻ്റെ ഒരു പ്രശ്നങ്ങളുമില്ല.
അപ്പോൾ ദാദിയോട് ചോദിച്ചു. ദാദി പറഞ്ഞ് ബാബ എവിടെ പോയി, മമ്മ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ പറയും, മമ്മയും ബാബയൊന്നും നിൻ്റെ അടുത്ത് വന്നില്ലായിരുന്നു, നിന്നോട് യോഗ ചെയ്യാൻ പറഞ്ഞു, യോഗ ചെയ്തപ്പോൾ നീ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു എന്ന് ദാദിയുടെ അടുത്ത് അനുഭവം പറഞ്ഞു അത്രേ. അപ്പോൾ ദാദി പറഞ്ഞു, അതെയോ, ഞാൻ ശരിക്കും അനുഭവിച്ചല്ലോ, ഞാൻ വിചാരിച്ചത് ബാബ അടുത്ത് വന്നു, ഞാൻ ഉറങ്ങിയപ്പോൾ എന്നെ അടുത്ത് മടിയിൽ കിടത്തി മമ്മ, ബാബ ആയിൽ മെഡിസിൻ തന്നു, ഞാൻ മെഡിസിൻ കഴിച്ചു, അങ്ങനെയാണ് എൻ്റെ അസുഖം മാറിയത് എന്ന്. അത്തരത്തിൽ സൂക്ഷ്മത്തിൽ ഈശ്വരൻ്റെ സന്ദേശങ്ങളെ കാണാനും കേൾക്കാനും ശക്തിയുള്ള ഒരാത്മാവിന് മാത്രമായിരുന്നു വിശ്വത്തിൻ്റെ ചക്രവർത്തിനിയായിക്കൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വിദേശ സേവനത്തിന് വേണ്ടി പോവുകയും പരസ്പരം കമ്മ്യൂണിക്കേഷന് പോലും കത്തയച്ചാൽ പോലും മാസങ്ങൾ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആഴ്ചകൾ കഴിഞ്ഞിട്ട് കത്ത് നീട്ടുന്ന ഒരു കാലഘട്ടത്തിൽ വിദേശത്ത് പോയിക്കൊണ്ട് മനസ്സിൻ്റെ കമ്മ്യൂണിക്കേഷനിലൂടെ ഭഗവാന്റെ സന്ദേശങ്ങളെടുത്ത് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന് ഒരു വടവൃക്ഷമാക്കി മാറ്റാനുള്ളതായിരിക്കുന്ന വിശേഷ വ്യക്തിത്വമായിരുന്നു ദാദി. അതിനുവേണ്ടിയുള്ള ഭഗവാന്റെ ട്രെയിനിങ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും രീതിയിൽ ഈ രീതിയിൽ സംഘർഷങ്ങൾ മാത്രം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഉറപ്പിച്ചോളൂ, എന്തോ ഒരു വിശേഷമായ കാര്യം ചെയ്യാൻ വേണ്ടിക്കൊണ്ട് ഭഗവാൻ തിരഞ്ഞെടുത്തതായിരിക്കുന്ന മുത്താണ് നിങ്ങൾ. അവനവൻ്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞോളൂ, ഈശ്വര, ഇത്രയും സ്പെഷ്യലായിരിക്കുന്ന ആത്മാവാണ്, ഇത്രയും സ്പെഷ്യലായിരിക്കുന്ന കുട്ടിയാണ് ഞാൻ നിൻ്റെ എന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു പറയൂ. നിങ്ങളിലൂടെ വലിയൊരു കാര്യം ഭഗവാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു കണ്ടീഷൻ, IAS പഠിക്കാൻ വേണ്ടി ഒരു കുട്ടീനെ ട്രെയിനിങ് കോളേജിലേക്ക് അയക്കുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്ക് താങ്ങാനാവില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്ന ആ കുട്ടി തിരിച്ചു കൊണ്ടുവരേണ്ടി വരും. അല്ലാതെ ഒരിക്കലും അവർക്ക് IAS ആവാനോ ഒരു കളക്ടർ ആവാനോ സാധ്യമല്ല. അതുപോലെ ജീവിതത്തിൽ ഉയർന്നതിലും ഉയർന്ന അവസ്ഥകളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ വേണ്ടിക്കൊണ്ട് ജീവിത സാഹചര്യങ്ങളാകുന്ന പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് ചോദിക്കാതെ ഞാൻ സ്പെഷ്യലാണ് എന്ന് മാനിച്ചുകൊണ്ട് ഈശ്വരനെ നന്നായി മുറുക്കെ പിടിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ തുടങ്ങിക്കോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ശക്തി നിങ്ങൾക്ക് വരും. ഒരു പക്ഷേ പലപ്പോഴും പലവിധ രോഗങ്ങളായിരിക്കാം, മറ്റുള്ളവരുന്ന നെഗ്ലക്ഷനായിരിക്കാം, പരീക്ഷണങ്ങൾ മറ്റേതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം. ഇതേത് വന്നാലും നിങ്ങൾ മാനിച്ചോളൂ, നിങ്ങൾക്ക് ഈശ്വരൻ്റെ സ്പെഷ്യൽ ബ്ലെസ്സിങ് ഉണ്ട്, നിങ്ങൾ ഈശ്വരൻ്റെ സ്പെഷ്യൽ കുട്ടിയാണ്. അതുകൊണ്ട് വലിയ കാര്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. ഒരുപക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങളോട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെപ്പോലും ആരും മാനിച്ചോളുന്നില്ല. നിങ്ങൾ അവനവൻ്റെ ഉന്നതിക്ക് വേണ്ടി ചെയ്യുന്ന പുരുഷാർത്ഥത്തിന് അല്ലെങ്കിൽ പരിശ്രമത്തിന് ആരും വില കൊടുത്തോളണമെന്നില്ല. നിങ്ങൾ ഈശ്വരനിലേക്ക് അടുക്കുന്ന യാത്രയിൽ പോകുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ പരിഹസിച്ചേക്കാം, ഓ ഈശ്വരനെ സ്നേഹിക്കുന്ന നിനക്ക് ഇതാണോ നിനക്ക് കിട്ടുന്ന സമ്മാനം എന്ന് ചോദിച്ചേക്കാം. ഒട്ടും വിഷമിക്കരുത്, ആ വലിയ സമ്മാനം ഓപ്പൺ ആകുന്നൊരു ദിവസം വരും. ആ ദിവസത്തിലേക്ക് നിങ്ങളെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്, അതിലേക്ക് പടി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് തിരിച്ചു പോവരുത്. തീർച്ചയായിട്ടും ശക്തിശാലിയായിക്കൊണ്ട് ഞാൻ പ്രപഞ്ചത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈശ്വരനാൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശേഷമായിരിക്കുന്ന കുട്ടിയാണ്. അതുകൊണ്ട് ഭഗവാൻ എനിക്ക് എക്സ്ട്രാ പവർ തരുന്നുണ്ട്, എക്സ്ട്രാ ശക്തി തരുന്നുണ്ട്, എക്സ്ട്രാ ആശീർവാദം തരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദിവസവും ഭഗവാനുമായി കണക്ട് ചെയ്യൂ. എത്ര പ്രശ്നം കൂടുതൽ രൂക്ഷമാകുന്നോ അത്രയും കൂടുതൽ ടൈം എടുത്തുകൊണ്ട് ഭഗവാനുമായിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കൂ. കണ്ടിന്യൂസ് ആയിട്ട് മണിക്കൂറോളം നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് 1 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് ഇങ്ങനെ ടൈം എടുത്തുകൊണ്ട് ആ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിട്ട് പവർ റിസീവ് ചെയ്തുകൊണ്ടിരിക്കൂ. നിങ്ങളുടെ ഉള്ളിൽ പൂർണ്ണമായിട്ട് ഊർജ്ജം നിറയുമ്പോൾ നിങ്ങളിലൂടെ ചെയ്യാൻ ഉദ്ദേശിച്ച ആ വലിയ കാര്യം ലോകത്തിൻ്റെ മുന്നിൽ വരും. ലോകത്തിലെ മഹാത്മാക്കളുടെ മുഴുവൻ കഥ നോക്കുമ്പോൾ അത്തരത്തിൽ ആരും മാനിക്കാതെ മുന്നോട്ട് വന്ന ശേഷം അവരുടെ കാലഘട്ടം കഴിഞ്ഞ് യുഗങ്ങളോളം അവരെ ഓർമ്മിക്കുന്നതായിരിക്കുന്ന കഥ നമുക്ക് കാണാം. അതുകൊണ്ട് ജീവിതത്തിൽ സംഘർഷങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ സങ്കടങ്ങൾ വരുമ്പോൾ എന്തിനേ ഭഗവാനെ എന്നോടിതെന്ന് ചോദിക്കരുത്. ഈശ്വര നന്ദി, നീ എന്നെ സ്പെഷ്യലായി തിരഞ്ഞെടുത്തല്ലോ, നിൻ്റെ സ്പെഷ്യൽ ആശീർവാദം എനിക്ക് കിട്ടിയല്ലോ, ആ ആശീർവാദത്തെ ഞാൻ സ്വീകരിക്കട്ടെ, ആ ശക്തി ഞാൻ സ്വീകരിക്കട്ടെ. നീ ഏത് വലിയ കാര്യമാണ് എന്നിലൂടെ തെളിയിക്കാൻ ആഗ്രഹിക്കുന്നത്, അതിന് ഞാൻ യോഗ്യനാവട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഈശ്വരനോട് നന്ദി പറയാം, സാഹചര്യങ്ങൾക്ക് നന്ദി പറയുക. അതിനുവേണ്ടി നമ്മളെ ഒറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് സംഘർഷങ്ങൾ തന്നിട്ടോ കഷ്ടങ്ങൾ തന്നിട്ടോ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ നന്ദി പറഞ്ഞോളൂ. നിങ്ങൾ കാരണം ഞാൻ ഈശ്വരൻ്റെ സ്പെഷ്യൽ കുട്ടിയായി. ഏതെങ്കിലും മുജ്ജന്മത്തിൻ്റെ കർമ്മം രോഗമായിട്ട് നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ കണക്ക് വീണ്ടും വന്ന് പോവുകയാണല്ലോ. ആ വലിയൊരു സന്തോഷം ഞാൻ ആസ്വദിക്കുമ്പോൾ ആ ഒരു സമയം എത്തുമ്പോൾ ഇങ്ങനൊരു കണക്ക് എനിക്ക് വരാതിരിക്കാൻ അതും തീർന്നു പോകുന്നു. അതിനോടും നന്ദി പറയുക. ജീവിതത്തിൻ്റെ ഓരോ മുഹൂർത്തങ്ങളോടും നന്ദി പറഞ്ഞു നോക്ക്. വളരെ വേഗത്തിൽ നിങ്ങൾ ഈശ്വരൻ്റെ യോഗ്യപുത്രനോ പുത്രിയായി തീരുകയും ഈ പ്രപഞ്ചത്തിന് നിങ്ങൾ അത്യാവശ്യമാണ് എന്ന് പറയുന്ന ലെവലിലേക്ക് നിങ്ങൾ ഉയരുകയും ചെയ്യും.
അതുകൊണ്ട് സംഘർഷങ്ങൾ ഭഗവാൻ തരുന്ന അനുഗ്രഹമാണ്. ജീവിതത്തിൽ കുറച്ച് കൂടുതൽ ഫൈറ്റ് ചെയ്യണോ, വലിയ സമ്മാനം നിങ്ങൾക്കുള്ളതാണ്. നിരാശപ്പെടരുത്, വിഷമിക്കരുത്, അതിനുവേണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക, ഉത്സാഹത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക, ശക്തിയെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക, ഭഗവാനായിട്ട് അടുത്തുകൊണ്ടിരിക്കുക, ആ സമ്മാനം വാങ്ങാനുള്ള യോഗ്യത കൈവരിക്കുക. ഈ സയൻസ് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ഈശ്വരൻ എന്നെ തിരഞ്ഞെടുത്തതാണ്, ഈ പ്രപഞ്ചം എന്നെ സ്പെഷ്യലായി തിരഞ്ഞെടുത്ത കുട്ടിയാണ്. നിങ്ങളുടെ ലൈഫിൽ ഇത്തരം എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ നിങ്ങൾ എഴുതണം, സിസ്റ്റർ തീർച്ചയായിട്ടും ഇങ്ങനൊരു എനിക്ക് അനുഭവമുണ്ട്, ഞാനും ഈശ്വരൻ്റെ സ്പെഷ്യൽ കുട്ടിയാണ് എന്ന് എഴുതണം നിങ്ങൾ. അഥവാ ഈശ്വരന് താങ്ക് യു എന്നെ സ്പെഷ്യലായി തിരഞ്ഞെടുത്തത് എന്നെല്ലാവരും കമൻറ്റിൽ എഴുതണം. അങ്ങനെയുള്ള സ്പെഷ്യൽ കുട്ടികൾ വളരെ വേഗത്തിൽ നിങ്ങളുടെ ആ ഒരു വലിയ വിശാലമായിരിക്കുന്ന സമ്മാനം നേടാൻ യോഗ്യരാവട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.